ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കാർഷിക മേഖലയിലെ പരിഷ്കരണം കർഷകരുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നുവെന്ന് ഗുജറാത്തിൽ 3 സുപ്രധാന പദ്ധതികളുടെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരിൽ നിന്നും കർഷക സംഘടനകളിൽ നിന്നും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും മുൻപ് തന്നെ തിരിച്ചുവരവ് നടത്തുമെന്ന് സാമ്പത്തിക സ്ഥിരതാ കൌൺസിൽ വിലയിരുത്തി. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ മുഖ്യാതിഥിയാവും. കേരളത്തിൽ ഇന്ന് 5218 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5066 പേർ രോഗമുക്തി നേടി. വാർത്തകൾ വിശദമായി. കാർഷിക മേഖലയിലെ പരിഷ്കരണം കർഷകരുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകക്ഷേമം സർക്കാരിന്റെ പ്രഥമ പരിഗണനയാണെന്നും അതനുസരിച്ചാണ് സർക്കാർ നിയമനിർമ്മാണം നടത്തിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ കക്ഷികളും വർഷങ്ങളായി ഈ ആവശ്യം ഉന്നയിച്ചിരുന്നതാണെന്നും കർഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗുജറാത്തിലെ കച്ചിൽ 3 സുപ്രധാന പദ്ധതികളുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ പാർക്ക്, സമുദ്രജല ശുദ്ധീകരണ പ്ലാന്റ്, പാൽ സംസ്കരണ പാക്കിംഗ് പ്ലാന്റ് എന്നീ 3 പ്രധാന പദ്ധതികളുടെ ശിലാസ്ഥാപന കർമ്മമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീവിജയ. നിലവാരത്തിലുള്ള ഹൈബ്രിഡ് പുനരുപയോഗ ഊർജ്ജ പാർക്കിലൂടെ കാറ്റിൽ നിന്നും സൌരോർജ്ജത്തിൽ നിന്നുമായി 30 ജിഗാവാട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് പദ്ധതിയുടെ നോഡൽ ഏജൻസി. കച്ച് ജില്ലയിലെ ഖാവ്ഡയ്ക്കും വിഖഗോട്ടിനുമിടയിലാണ് പാർക്ക് സ്ഥിതി ചെയ്യുക. സോളാർ പാനലുകളും കാറ്റാടി യന്ത്രങ്ങളും സ്ഥാപിക്കാൻ പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പാർക്കിൽ സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. കച്ചിലെ മാന്ദ്വയിലാണ് സമുദ്രജലത്തെ കുടിവെള്ളമാക്കി മാറ്റുന്ന പ്ലാന്റ് സ്ഥാപിക്കുന്നത്. പ്രതിദിനം 10 കോടി ലിറ്റർ ജലശുദ്ധീകരണ ശേഷിയുള്ള പ്ലാന്റ് ഗുജറാത്തിന്റെ ജലസുരക്ഷയ്ക്ക് മുതൽക്കൂട്ടാകും. 300 ഗ്രാമങ്ങളിലെ 8 ലക്ഷത്തോളം ജനങ്ങൾക്ക് ഇത് ഗുണപ്രദമാകുമെന്നാണ് കണക്കാക്കുന്നത്. കച്ചിലെ ഷർഹാദ് ഡയറിയിൽ പ്രതിദിനം 2 ലക്ഷം ലിറ്ററോളം പാൽ സംസ്കരിക്കാനും പാക്ക് ചെയ്യാനും ശേഷിയുള്ള പ്ലാന്റ് 130 കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത്. രാഷ്ട്രീയ കിസാൻ വികാസ് യോജനയുടെ ഭാഗമാണ് ഈ പദ്ധതി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കർഷകരിൽ നിന്നും കർഷക സംഘടനകളിൽ നിന്നും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വസ്തുത മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ വഴിതെറ്റിക്കാനും ആശയക്കുഴപ്പമുണ്ടാക്കാനും നിരവധി പേർ ഉണ്ടാകും. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പ്രതിപക്ഷ പാർട്ടികൾ തെറ്റായ പ്രചാരണം നടത്തുകയാണെന്നും ശ്രീ നിതിൻ ഗഡ്കരി പറഞ്ഞു. കർഷകരുമായി കാർഷിക നിയമങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കാനും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ തുറന്ന മനസ്സോടെ അംഗീകരിക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ സാമ്പത്തിക സ്ഥിരത വികസന കൌൺസിലിന്റെ 23ാമത് യോഗം ന്യൂഡൽഹിയിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചേർന്നു. സൂക്ഷ്മ സാമ്പത്തിക വികസനങ്ങളും സാമ്പത്തിക സ്ഥിരതാ വിഷയങ്ങൾ സംബന്ധിച്ച പ്രശ്നങ്ങളും യോഗം അവലോകനം ചെയ്തു. കേന്ദ്ര സർക്കാരും വിവിധ സാമ്പത്തിക അതോറിറ്റികളും സ്വീകരിച്ച നയപരമായ നടപടികൾ സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തിൽ ജിഡിപി ഉയരുന്നതിനും സാമ്പത്തിക മേഖലയുടെ തിരിച്ചുവരവിനും സഹായിച്ചു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും മുൻപ് തന്നെ തിരിച്ചുവരവ് നടത്തുമെന്നും യോഗം വിലയിരുത്തി. 2021-22 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് 3ാമത്തെ ചർച്ച നടത്തി. വാണിജ്യരംഗത്തെ പ്രമുഖരുമായി നടന്ന ചർച്ചയിൽ ധനകാര്യ സെക്രട്ടറിയും മുഖ്യ സാമ്പത്തിക ഉപദേശകനും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. വ്യവസായ പ്രമുഖരുമായുള്ള ആദ്യഘട്ട ചർച്ചകൾ ധനമന്ത്രി ഇന്നലെ നടത്തിയിരുന്നു. 2021 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ മുഖ്യാതിഥിയാവും. ഇന്ത്യയുടെ ക്ഷണം സ്വീകരിച്ചതായി UK അറിയിച്ചു. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള സംഭാഷണത്തിനിടെ UK വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. നികുതി ഇളവുകളിലൂടെ പ്രകൃതിയോടിണങ്ങിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ ധനകാര്യ കമ്മീഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു. കെട്ടിടങ്ങളുടെ ഹരിതമൂല്യം നിർണ്ണയിക്കുന്ന സംഘടനയായ ഗൃഹയുടെ 12ാമത് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക വളർച്ചയും പരിസ്ഥിതി സംരക്ഷണവും ഒരുപോലെ നീങ്ങണം. സർക്കാർ മേഖലയും സ്വകാര്യ മേഖലയും പ്രകൃതിയോടിണങ്ങിയ കെട്ടിടങ്ങൾ എന്ന ആശയം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 70ാം ചരമവാർഷിക ദിനമായ ഇന്ന്
രാജ്യം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ പട്ടേൽ രാജ്യത്തിന്റെ ഏകീകരണം സാധ്യമാക്കിയ ഉരുക്കുമനുഷ്യനായാണ് അംഗീകരിക്കപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയ പ്രമുഖർ സർദാർ വല്ലഭായ് പട്ടേലിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സർദാർ വല്ലഭായ് പട്ടേൽ കാണിച്ചു തന്ന പാത രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ എന്നും നമുക്ക് പ്രചോദനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. കേരളത്തിൽ ഇന്ന് 5218 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5066 പേർ രോഗമുക്തി നേടി. 33 കോവിഡ് മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. 56,453 സാമ്പിളുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. 9.24% പോസിറ്റിവിറ്റി നിരക്ക്. കോട്ടയം, തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. 57,757 രോഗികളാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പുതുക്കിയതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. ഇതുപ്രകാരം ഡിസംബർ 26-ലെ മണ്ഡലമാസ പൂജയ്ക്ക് ശേഷം വരുന്ന എല്ലാ തീർത്ഥാടകർക്കും ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കും RT-PCR പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. തീർത്ഥാടനത്തിനോട് അനുബന്ധിച്ച് കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിലാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 95.12%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 34,477 പേർ കോവിഡ് രോഗമുക്തരായി. 94,22,000 പേർ ഇതുവരെ രോഗമുക്തി നേടിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 3,40,000 പേർ രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 22,000-ലധികം പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 99 ലക്ഷം കടന്നു. രാജ്യത്ത് കോവിഡ്-19 വാക്സിനേഷൻ യജ്ഞം നടത്തുന്നതിനായുള്ള മാർഗരേഖ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. ആദ്യഘട്ടത്തിൽ 30 കോടിയോളം ജനങ്ങൾക്ക് വാക്സിൻ നൽകാനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഫൈസർ, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഭാരത് ബയോടെക് എന്നീ സ്ഥാപനങ്ങൾ വാക്സിൻ അംഗീകാരത്തിനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. വാക്സിനുകളുടെ അടിയന്തര ഉപയോഗത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയാൽ ഉടൻ തന്നെ രാജ്യത്ത് വാക്സിനേഷൻ യജ്ഞം ആരംഭിക്കും. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. 244 കേന്ദ്രങ്ങളിലായി നടക്കുന്ന വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. തിരഞ്ഞെടുപ്പിന്റെ ഫലം PRD ലൈവ് മൊബൈൽ ആപ്പിലൂടെ അപ്പോൾ അറിയാനാവും. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ trend.kerala.gov.in വെബ്സൈറ്റിലും തത്സമയ വിവരങ്ങൾ ലഭിക്കും. വോട്ടെണ്ണൽ ദിനത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടത്തുമ്പോൾ കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കർണാടകയിൽ നിയമസഭാ കൌൺസിൽ അധ്യക്ഷനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള നീക്കം കയ്യാങ്കളിയിൽ അവസാനിച്ചു. സഭാധ്യക്ഷൻ കെ പ്രതാപ് ചന്ദ്രശെട്ടി എത്തും മുൻപ് സ്ഥാനം വഹിക്കാൻ തയ്യാറായ ഉപാധ്യക്ഷൻ SL ധർമ്മഗൌഡയുടെ തീരുമാനത്തെ കോൺഗ്രസ് അംഗങ്ങൾ എതിർത്തു. എന്നാൽ ഉപാധ്യക്ഷൻ സഭ നടത്തണമെന്നായിരുന്നു BJP, JDS അംഗങ്ങളുടെ ആവശ്യം. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് ഈസ്റ്റ് ബംഗാളിനെ നേരിടുന്നു. ഗോവയിലാണ് മത്സരം നടക്കുന്നത്. 6 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 7ാമതാണ് ഹൈദരാബാദ്. അതേസമയം ഈസ്റ്റ് ബംഗാൾ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാനമാണ് നിൽക്കുന്നത്. തപാൽ വകുപ്പും ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കും ചേർന്ന് ഡിജിറ്റൽ പേയ്മെന്റ് സേവനത്തിനായി ഡാക് പേ ആപ്പ് പുറത്തിറക്കി. തപാൽ മാർഗത്തിലൂടെ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കാൻ ഡാക് പേ ആപ്പിലൂടെ സാധിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക മേഖലയിലെ പരിഷ്കരണം കർഷകരുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നുവെന്ന് ഗുജറാത്തിൽ 3 സുപ്രധാന പദ്ധതികളുടെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരിൽ നിന്നും കർഷക സംഘടനകളിൽ നിന്നും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും മുൻപ് തന്നെ തിരിച്ചുവരവ് നടത്തുമെന്ന് സാമ്പത്തിക സ്ഥിരതാ കൌൺസിൽ വിലയിരുത്തി. 2021-ലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ മുഖ്യാതിഥിയാവും. കേരളത്തിൽ ഇന്ന് 5218 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5066 പേർ രോഗമുക്തി നേടി. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.